പുന്നത്തൂർ കോട്ടയിലെ ആനവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറിയിട്ട് പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവായൂർ ദേവസ്ഥയിൽ തന്നെ ആനകളെ ഷെൽട്ടറായിട്ടുള്ള പുന്നത്തൂർ കോട്ടയിലേക്കാണ് നമ്മൾ യാത്ര. ഇവിടെ ഏകദേശം 35ഓളം ആനകളിപ്പോൾ നിലവിലുണ്ട്. ഗുരുവായൂർ ദേവസ്ഥയിൽ ഗുരുവായൂരപ്പന് സാധാരണ ജനങ്ങൾ സമർപ്പിക്കുന്ന ആനകളാണ് നമ്മൾ ഇവിടെ ഷെൽട്ടർ ചെയ്യുന്നത്. അതുകൂടാതെ ദേവസ്ഥത്തിൻ്റെ ഓണർഷിപ്പുള്ള ആനകളും ഇവിടെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 10-15 ഏക്കർ സ്ഥലത്ത് കവർ ചെയ്ത് നിൽക്കുന്നൊരു വലിയൊരു ആന സങ്കേതമാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു പഴയ തറവാട് വീടാണ്. അതാണ് ശരിക്കും പുന്നത്തൂർ കോട്ട. മുമ്പൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അത് മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ് ചെയ്തേക്കാണ്. നമ്മളെ വടക്കൻ വീരാതൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു തറവാട്ടിൽ നിന്നാണ്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് ദേവസ്ഥൻ്റെ ഓഫീസും കാര്യങ്ങളുണ്ട്. നമുക്ക് ആനേനെ പുറത്ത് എന്തെങ്കിലും ഉത്സവത്തിനോ പരിപാടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ടൈം ഓഫ് വാച്ച് ചെയ്യാൻ നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് ഇതിൻ്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗി ഫീൽ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരു വെയിലൊക്കെ ഉള്ള സമയമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ആനയൂട്ടിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇവർ ആനയൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരു വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ആനയൂട്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഈ പുന്നത്തൂർ കോട്ടയുടെ ചുറ്റും നമുക്ക് ഏകദേശം ഒരു 10-14 ആനകളാണ് നമുക്ക് കോമൺലി ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു നടക്കുന്ന ഏരിയ ഉണ്ട്. നടക്കുന്ന ഏരിയയിൽ കൂടെ പോകുമ്പോൾ വലിയ അപകടകാരികളല്ലാത്ത ആനകളാണ് ഇവിടെ ഒരു വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതുകൂടാതെ ഇതിനോട് ചേർന്നിട്ട് മറ്റൊരു പറമ്പ് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും. അവിടെ ഏകദേശം കുറച്ച് ആനകളൊക്കെ ഉണ്ടെന്നാണ് ഇവരുടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് കുറച്ചുകൂടി അഗ്രസീവായ പ്രശ്നക്കാരായ ആനകളൊക്കെ കൂടുതലും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇതിനോട് ചേർന്നിട്ട് മറ്റൊരു പറമ്പിൽ ആണ് അവർ ഷെൽട്ടർ ചെയ്തിരിക്കുന്നത്.
ഈ പ്രശ്നക്കാരായ ആനകളെ ഷെൽട്ടർ എന്ന് പറയുന്ന ഏരിയ ആണത്. അവിടേക്ക് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് പ്രവേശനമില്ല. പിന്നെ ഇത് നല്ല രസമാണ്. അപ്പോൾ ഗുരുവായൂർ വരുന്ന ആളുകൾക്കൊക്കെ മസ്റ്റ് വിസിറ്റിങ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണത്. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഫാമിലിക്കൊക്കെ ഒരു രസമാണിത് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തന്നെ ചെറുപ്പത്തിലും പല സമയങ്ങളിലായി നമ്മളിവിടെ വിസിറ്റിന് വന്നിട്ടുണ്ട്. ഈ വീടാണ് വടക്കൻ വീരകഥയിലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ അകത്തൊക്കെ കയറി നല്ല ഭംഗിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.